Good morning. Okay. അപ്പോൾ നമ്മള് വലിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററില് ഒരു ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി 2 ക്ലാസ് കൂടി മതിയാവും നമുക്ക്. ഇന്നും ഈ ആഴ്ച നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം. ആദ്യം തന്നെ പറയട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ ഒരു ചാപ്റ്റർ പ്രിന്റ് എടുത്ത് വെച്ചോ. മൊഡ്യൂള് 3 ലാസ്റ്റ് ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ ചാപ്റ്റർ ആണ് ഇത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് എടുത്തിട്ട് സമയം ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ 3rd മൊഡ്യൂളിലെ 13ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അല്ലെ, എല്ലാവരും പ്രിന്റ്. അപ്പൊ ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കയ്യിൽ വെച്ചോ. എന്താ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് പറയാന്ന് വിചാരിക്കുമ്പോ ചിലപ്പോ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കൊക്കെ കുറച്ച് പേരൊക്കെ ഇതിന്ന് ലെഫ്റ്റ് ആയി പോകും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ എന്തായാലും പ്രിന്റ് നോട്ട് ആവശ്യമാണ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് പറയുന്നതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്യാനുള്ളതൊക്കെ ഈ ക്ലാസ്സിന്റെ ഒപ്പം തന്നെ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ 13ാമത്തെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ബാലൻസ് നോക്കാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് നമ്മള് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. അക്കൗണ്ടബിലിറ്റി, ആക്യുറസി, ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്, എക്സാമിനിങ് ഓഫ് സിസ്റ്റം, റിവ്യൂ ഓഫ് ദ സേഫ്റ്റി. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയ തുടങ്ങുന്നത് കോഡിഫിക്കേഷൻ ആണ്. കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിയേ, is the process of representing all items by a number or alphabets. എല്ലാ ഐറ്റത്തിനെയും നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് കൊണ്ടോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓരോന്നും പഠിക്കാണ്ട് കേട്ടോ, ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താ, നമ്മൾ ഫുൾ അത് എഴുതണ്ട. ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ പേര് അല്ലെങ്കിൽ ടെസ്റ്റുകൾ എന്താണെങ്കിലും ഒക്കെ അത് ഫുൾ ആയിട്ട് എഴുതണ്ട. അതിന് പകരം നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്പർ ഓർ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്പർ വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, codification is the process of representing all items by a number or alphabets. എല്ലാ ഐറ്റംസും നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. The digit of which shows the group, the subgroup, the type and the magnitude of the item. Okay, അപ്പൊ അതിനകത്ത് ഓരോ ഡിജിറ്റുകളും എന്ത് കാണിക്കുന്നു, which shows the group, ഗ്രൂപ്പുകളെ കാണിക്കും, അല്ലെങ്കിൽ അതിന്റെ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം, ഐറ്റത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മള് ഈ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ നമ്പറോ വെച്ചിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോന്നും ചോദിക്കാറുണ്ട് എക്സാമിന്. അതിനകത്ത് നമുക്ക് 6 പഠിക്കാനുള്ളത്. അപ്പൊ അത് എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്തിട്ടോ. ഫസ്റ്റ് വരുന്നത് കോഡിഫിക്കേഷൻ ഓഫ് സിസ്റ്റത്തില് ഫസ്റ്റ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ, പ്രൊവൈഡിങ് നമ്പർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഇൻ എ സ്റ്റോർ എന്നാണ് കേട്ടോ. ഗ്രൂപ്പ് ഇൻ എ സ്റ്റോർ, STORE, സ്റ്റോർ. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിന്റെ വ്യാപ്തി. ഓക്കെ, അപ്പൊ അതിനകത്തൊക്കെ പ്രൊവൈഡിങ് നമ്പർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഇൻ എ സ്റ്റോർ. ഒരു നമ്പർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്റ്റോറിലുള്ള ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്പർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ന്യൂമറൽ വെച്ചിട്ട്, ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ എല്ലാവരും പഠിച്ചു പോകുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ന്യൂമറല് അല്ലെങ്കിൽ നമ്പറാണ് ഈ ഒരു ഐറ്റത്തിന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, 0// ഇട്ടിട്ട് 99. അത് നോക്കി, അതെന്തിനാണ്,
സർജിക്കൽ ഐറ്റം. അപ്പൊ 099 എന്ന് കാണിച്ചു കഴിഞ്ഞാല് എന്താ ഒരു ഹൈഫൻ ആണ് കേട്ടോ കൊടുത്തത്. 0 ഹൈഫൻ ഇട്ടിട്ട് 99 എന്ന് കാണിച്ചു കഴിഞ്ഞാല് അത് സർജിക്കൽ ഐറ്റത്തിനെ കാണിക്കുന്നത്. അപ്പൊ അവിടെ ഓരോന്നിനെയും നമ്മൾ ഈ കോഡ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സർജിക്കൽ ഐറ്റം ഫുൾ ആയിട്ട് എഴുതണ്ട. ഓക്കെ, സർജിക്കൽ ഐറ്റം ഫുൾ ആയിട്ട് എഴുതണ്ട. അതിന് പകരം എന്ത് എഴുതാൻ മതി? 0 ഹൈഫൺ ഇട്ട് 99 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ സർജിക്കൽ ഐറ്റം ആണെന്ന് നമ്മളത് വായിക്കണം. നെക്സ്റ്റ് നോക്കി, ആൽഫബറ്റിക്കൽ സിസ്റ്റം. അവിടെ എന്തായിരിക്കും? ആൽഫബറ്റ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. മെറ്റീരിയലുകളെ കോഡിഫൈ ചെയ്യാനായിട്ട് അവിടെ ആൽഫബറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് യൂസ്ഡ്. കണ്ടോ? അപ്പൊ അതിനകത്ത് ഫുള്ള് ലെറ്റർ വേണ്ട. ഫസ്റ്റ് 3 ലെറ്റർ, ആദ്യത്തെ 3 ലെറ്റർ മാത്രം മതി. ഫോർ എക്സാമ്പിൾ സർജിക്കൽ, SUR എന്നുണ്ട് കേട്ടോ. അവിടെ ഒരു R കൂടി ചേർക്കാം. ആദ്യത്തെ 3 ലെറ്റർ. ഫോർ ദ വേർഡ് സർജിക്കൽ, സർജിക്കൽ എന്ന് പറഞ്ഞ വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് സർജിക്കൽ എന്നുള്ളതിന് എങ്ങനെ എഴുതാം? ആദ്യത്തെ 3 ലെറ്റർ എഴുതാം, SUR. അപ്പൊ അത് SUR എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വായിക്കണം? സർജിക്കൽ ഐറ്റംസ് ആണ് എന്നുള്ളത് വായിക്കണം. ഫസ്റ്റ് 3 letters were used. Three letters used. For example, SUR for the word surgical. Surgical എന്ന് പറഞ്ഞ വേർഡിന് നമ്മൾ ഏതാണ്? അവിടെ 3 ലെറ്റർ ആണ് ഉപയോഗിച്ചാൽ മതി. ആദ്യത്തെ 3 SUR എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. അപ്പൊ അതിൽ എന്തുണ്ടാവും? ആൽഫബറ്റ്സ് ഉണ്ടാവും, നമ്പറും ഉണ്ടാവും. ന്യൂമറലും വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം. ആൽഫബറ്റിന്റെയും ന്യൂമറലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ ദ മെയിൻ ഗ്രൂപ്പ് and the numbers for the group shows or vice versa. അതിനകത്ത് ആൽഫബറ്റ്സ് എന്തിനെ കാണിക്കുന്ന? മെയിൻ ഗ്രൂപ്പുകള്. അത് നമ്പർ ഫോർ സബ് ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പുകളെ നമ്പറും വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. മനസ്സിലായോ? ആൽഫ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞ എന്താ? അതിന്റെ കോമ്പിനേഷൻ ആണ്, ആൽഫബറ്റ്സിന്റെയും ന്യൂമറിന്റെയും കോമ്പിനേഷൻ. അപ്പൊ ആദ്യം നമ്മൾ ഏതാണ്? മെയിൻ ഗ്രൂപ്പ് കാണിക്കാൻ ആൽഫബറ്റ്സ് യൂസ് ചെയ്യും. അതിന്റെ സബ് ഗ്രൂപ്പ് വരുന്നത് എന്താണ്? നമ്പർ ആണ് കേട്ടോ. നമ്പർ ആണ് സബ് ഗ്രൂപ്പ് വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടില്ല. JJHF47 ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യത്തെ ലെറ്റേഴ്സ് എന്തിൽ കൊടുക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. പിന്നെ അതിന്റെ സബ് ഗ്രൂപ്പ് കാണിക്കാൻ ഏതും കൊടുക്കും? നമ്പറും കാണിക്കും. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഇതിനകത്ത് ചോദിക്കുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് വരുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തരും നമുക്ക്. ഇങ്ങനെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം ആൽഫബറ്റ്സ് യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ആൽഫബറ്റ്സ് മെറ്റീരിയലിനെ കോഡിഫൈ ചെയ്യാനായിട്ട് ഈ കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്? ആൽഫബറ്റിക്കൽ സിസ്റ്റം. അത് മൂന്നും ക്ലിയർ ആയോ നിങ്ങൾക്ക്? ന്യൂമറിക്കലില് നമ്പർ ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് ആൽഫബറ്റ്സ് അത് എത്രയാ? ആദ്യത്തെ 3 ലെറ്റർ ആൽഫബറ്റ്സ് ആണ് അവിടെ മെറ്റീരിയലിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ആൽഫ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം, രണ്ടിന്റെ കോമ്പിനേഷൻ. അതായത് മെയിൻ ഗ്രൂപ്പ് കാണിക്കാൻ ആൽഫബറ്റ്സും അതിന്റെ സബ് ഗ്രൂപ്പ് കാണിക്കാനായിട്ട് നമ്പറുമാണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? അത് 3 അതുപോലെ തന്നെ എന്നുള്ള മീനിങ് കേട്ടോ. പിന്നെ അടുത്ത നോക്കിയേ, നെക്സ്റ്റ് ഡെസിമൽ സിസ്റ്റം. ഇനി ഡെസിമൽ സിസ്റ്റത്തിന് എന്താ? ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ദ ഐറ്റം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ. ഡെസിമലുകളാണ് ഇവിടെ ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഡെസിമൽ എന്ന് പറഞ്ഞ എന്താ? ഡെസിമൽ എന്താ? ഡെസിമൽ നമ്പേഴ്സ് അതായത് പോയിന്റ് ഇട്ട് എഴുതുന്ന നമ്പറുകളില്ലേ? പോയിന്റ് ഒക്കെ ഇട്ട് നമ്മൾ എഴുതുന്ന ഓക്കെ, പോയിന്റ് ഇട്ട് എഴുതുന്ന നമ്പറുകളൊക്കെ.
ഓക്കെ. ഇവിടെ ഡെസിമൽ സിസ്റ്റം അല്ലേ പറഞ്ഞത്. ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ദ ഐറ്റം. ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഡെസിമൽ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കി 50.1432 ആണ്. അങ്ങനെ ഡെസിമലുകളായിരിക്കും ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത് നോക്കി കൊഡാക് സിസ്റ്റം. അഞ്ചാമത്തെ കൊഡാക് സിസ്റ്റം യൂസിങ് 10 digit to represent an item. ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 digit ആണ് ഉപയോഗിക്കുന്നത്. യൂസിങ് 10 digit to representing an item. അതായത് ഇവിടെ നമ്മള് 10 digit ആണ്, 10 digit ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. എവിടെ ഇത് ഏറ്റവും കൂടുതൽ ഇതാവുന്നത്? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും ഫലപ്രദമാണെന്നുള്ളത് കൊഡാക് സിസ്റ്റം. ഇനി അടുത്ത് നോക്കിയേ ബ്രിഷ് സിസ്റ്റം. Using 7 digit to represent a specific item. ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ 7 digit ആണ്. It is based on the numerical system. ഏതാണ്? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഏതാണ് നമ്മള് ഇതുണ്ടാവും. അവിടെ ഈ ആൽഫബറ്റാ കൊടുത്തേക്കുന്നത്. അതിനുശേഷം അതിന്റെ സബ് ഗ്രൂപ്പ് നമ്പർ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ വെറുതെ പറഞ്ഞതാണ്. JJHF47. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. എക്സാമ്പിൾ ഒന്നും ചോദിക്കില്ല. അപ്പൊ അതിനകത്ത് മെയിൻ ഗ്രൂപ്പ് ആദ്യത്തെ നമ്മള് ഏത് വെക്കും? ആൽഫബറ്റ്സ് വെക്കും. അതിന്റെ രണ്ടാമത്തെ അതിന്റെ സബ് ഗ്രൂപ്പ് കാണിക്കാനായിട്ട് അവിടെ അതിന്റെ ഒരു വാല് പോലെ അവിടെ ഒരു നമ്പറും ഉണ്ടായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അത് നോക്കി ഓർ വൈസ് വേഴ്സ എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് വിപരീതമായി എന്നുള്ള മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അതിന് വിപരീതമായി എന്നുള്ള രീതിയിൽ തന്നേക്കുന്നത്. ഇതിപ്പോ പറഞ്ഞേല് ആൽഫബറ്റ്സ് ടു ഷോ ദ മെയിൻ ഗ്രൂപ്പ് ആൻഡ് നമ്പേഴ്സ് ഫോർ ദ സബ് ഗ്രൂപ്പ് ഓർ വൈസ് വേഴ്സ. അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട്. അപ്പൊ തിരിച്ചു വേണമെങ്കിൽ വരാം. ആൽഫബറ്റ്സ് നമുക്ക് സബ് ഗ്രൂപ്പിനെയും നമ്പർ വേണമെങ്കിൽ മെയിൻ ഗ്രൂപ്പിനെയും അങ്ങനെ വേണമെങ്കിൽ തിരിച്ചും അതിന് വിപരീതമായിട്ടും വരാമെന്നുള്ളതാണ് വൈസ് വേഴ്സ എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അതിന്റെ ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ഡെസിമൽ സിസ്റ്റം നമ്മൾ പറഞ്ഞു പോയിന്റ് ഇട്ട് വരുന്ന നമ്പേഴ്സ്. കൊഡാക് സിസ്റ്റത്തിൽ എത്രയാണ്? 10 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. Then bridge system എന്ന് പറഞ്ഞാൽ അവിടെ 7 digit to represent a specific item. ഒരു സ്പെസിഫിക് ഐറ്റത്തിന് റെപ്രസെന്റ് ചെയ്യാനായിട്ട് 7 digit ആണ് ഉപയോഗിക്കുന്നത്. It is based on numerical system. ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ ബേസ് ചെയ്ത് നോക്കിയേ 1.02.00 മെഡിക്കൽ എക്യുപ്മെന്റ്. അവിടെ നോക്കി എത്ര ഡിജിറ്റ് ഉണ്ട്? 4, 6, 1, 7 ഡിജിറ്റ് ഉണ്ടോ? അത് എന്തിനെ കാണിക്കുന്നതാണ്? മെഡിക്കൽ എക്യുപ്മെന്റിനെ കാണിക്കുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ അതേ നോക്കി അടുത്ത് നോക്കിയ 1.020100 ബ്ലഡ് ഗ്യാസ് അനലൈസർ. അടുത്ത 1.020101 മോഡൽ BGA3. ഇതൊന്നും അങ്ങനെ എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. 1.020200 വേൾഡ്സ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ അനസ്തെറ്റിക് മെഷീൻ. ഇതൊക്കെ അതിന്റെ എക്സാമ്പിളുകൾ തന്നേക്കണം. അവിടെ 7 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. കോഡിഫിക്കേഷൻ സിസ്റ്റം. എന്താ കോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. 6 തരത്തിലുള്ള കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. ഇത് 6 നോക്കി വെക്കുക കേട്ടോ. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, നമ്പർ. ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, അവിടെ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആൽഫ ന്യൂമറിക്കല് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം, രണ്ടിന്റെ കോമ്പിനേഷൻ. ഡെസിമൽ സിസ്റ്റത്തില് ഡെസിമൽ ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കൊഡാക് സിസ്റ്റത്തില് 10 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജ് സിസ്റ്റത്തില് 7 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ.
അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്. ക്ലാസിഫിക്കേഷൻ നിയന്ത്രണത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉപയോഗം അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് കേട്ടോ. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതനുസരിച്ച് അത് ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ നോക്കിയേ, ABC annual value of to control the item concerned and the issue of the material in the normal course of business. അപ്പൊ അതിനകത്ത് ABC ക്ലാസിഫിക്കേഷൻ ആണ് ഒന്നാമത്തെ. അവിടെ എന്താ? ആൽഫബറ്റിക്കൽ അപ്രോച്ച് കൺസെപ്ഷൻ ഓഫ് പർച്ചേസ്, സ്റ്റോറിംഗ് ഓർ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നിവയുടെ അപ്പൊ ആൽഫബറ്റിക് അപ്രോച്ച് ആണ്. പർച്ചേസ്, സ്റ്റോറിംഗ്, ബെറ്റർ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ട് ഒരു അക്ഷരമാല ക്രമത്തിലുള്ള സമീപനമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആൽഫബറ്റിക്കൽ അപ്രോച്ച് ABC അനാലിസിസിൽ ABC ആനുവൽ വാല്യൂ ഓഫ് ടു കൺട്രോൾ ദ ഐറ്റംസ് കൺസേൺ. അപ്പൊ ഈ ഇങ്ങനെ ഓരോന്നിനെ നമ്മൾ മെറ്റീരിയൽസുകളൊക്കെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ABC എന്നുള്ളതിൽ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ ആൽഫബറ്റിക്കൽ അപ്രോച്ച് ആണ് ഇത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പർച്ചേസുകള്, സ്റ്റോറിങ്, ബെറ്റർ കൺട്രോൾ, ഇതിനെല്ലാം ഏത് ക്രൈറ്റീരിയ? അവിടെ ആൽഫബറ്റിക് അപ്രോച്ച് കൺസെപ്ഷൻ ആണ് പറഞ്ഞത് ABCയില്. ഇനി VED എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറബിൾ ഐറ്റംസ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ സുപ്രധാനമായ വൈറ്റൽ. അടുത്തത് എസെൻഷ്യൽ അത്യാവശ്യമായ, ആൻഡ് ഡിസറബിൾ അഭികാമ്യമായ. വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറബിൾ ഐറ്റംസ്. സുപ്രധാനമായിട്ടുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത്, അഭികാമ്യമായിട്ടുള്ള ഐറ്റം. അതാണ് VED എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദ പർട്ടിക്കുലർ ഐറ്റം യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റോക്ക് ലെവല്. സ്റ്റോക്ക് ലെവല് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ ഒരു ഐറ്റത്തിന്റെ പർട്ടിക്കുലർ നേച്ചർ നോക്കിയിട്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ് VED എന്ന് പറയുന്നത്. VED. അപ്പൊ അതായത് നമുക്ക് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ അവിടെ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അതപ്പോ എന്താ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി ക്ലിയർ ആവാം. VED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസറബിൾ ഐറ്റംസ് ആണ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രധാനമായിട്ടുള്ളത്. എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ളത്. ഡിസറബിൾ എന്ന് വെച്ചാൽ അഭികാമ്യമായിട്ടുള്ള ഐറ്റംസ്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്സിജൻ സിലിണ്ടർ. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഓക്സിജൻ സിലിണ്ടർ വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പൊ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഇല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇത് പോകുമോ? നമുക്കിപ്പോ പേഷ്യൻസ് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന അവർക്ക് ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായം വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പില്ല. അതാ പറഞ്ഞേക്കുന്നത്. Without the VED item, the hospital cannot run. ഹോസ്പിറ്റലിന് റൺ ചെയ്യാൻ പറ്റില്ല. Without the vital item, the hospital cannot run. മനസ്സിലാവും? ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ളതും അഭികാമ്യമായിട്ടുള്ളതും അത്യാവശ്യമായിട്ടുള്ള ഐറ്റം. അത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അങ്ങനെയുള്ള ഐറ്റങ്ങളുടെ ഒരു സെക്ഷൻ, അതായത് അത് വളരെ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഐറ്റമാണ്. ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഹോസ്പിറ്റലിന് റൺ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഐറ്റംസുകളാണ് VED എന്ന് പറയുന്നത്. Without this item, the hospital cannot run. ഇനി അടുത്തതാണ് HML, ഹൈ മീഡിയം ലോ ഐറ്റംസ്. until price of the material. Material എന്നാണ് കേട്ടോ അവിടെ. Material. until the price of the material to control the purchase control ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വേറൊരു തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ ക്ലാസിഫിക്കേഷൻ ആണ് ഹൈ മീഡിയം ലോ കോസ്റ്റ്. അപ്പൊ അതിന് എന്തിനെ വെച്ചിട്ടാണ് അവര് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? എന്തിനു വെച്ചിട്ടാണ്? യൂണിറ്റ്. until അല്ല കേട്ടോ, അവിടെ നോട്ടിൽ ഇവിടെ എഴുതേണ്ട ഒരു ഇതാണ് യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ എന്നാണ് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ എന്തിന്റെ ഇത് വെച്ചിട്ടാണ്?
എന്തിന്റെ ഇതാ അവിടെ പ്രൈസിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈ പ്രൈസ് ഉള്ള ഐറ്റംസ് ഉണ്ടാവും, മീഡിയം പ്രൈസിലുള്ള ഐറ്റം ഉണ്ടാവും, വളരെ കുറഞ്ഞ വിലയിലുള്ള ഐറ്റംസ് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ HML ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, ഹൈ കോസ്റ്റ്, മീഡിയം കോസ്റ്റ്, ലോ കോസ്റ്റ് ഐറ്റം. ഇവിടെ എന്തിനു ബേസ് ചെയ്തിട്ടാ? വാല്യൂ ഓഫ് ഈച്ച് ഐറ്റം. ഈ ക്ലാസിഫിക്കേഷന്റെ അതിന്റെ മൂല്യം, അതിന്റെ വില അനുസരിച്ചാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസുകൾ ഒരു തരത്തില് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കാണ്. റിഗാർഡിംഗ് ദ പ്രൈസ് ഓഫ് ദ ഐറ്റം. അത് എന്തിനു വെച്ചിട്ടാണ്? പ്രൈസ് ഓഫ് ദ ഐറ്റം. ഐറ്റത്തിന്റെ പ്രൈസ് വെച്ചിട്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പർച്ചേസ് ഇങ്ങനെയുള്ള പർച്ചേസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു കൺട്രോൾ പർച്ചേസ്. ഇനി അടുത്തത് ഫോർത്ത് വൺ, XYZ. XYZ. Depend on to review the inventory value. Inventories. കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. Inventories and of item stores. Their uses are scheduled interval. XYZ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വാല്യൂ ഓഫ് ഐറ്റം ഇൻ ദ സ്റ്റോർ. ആ സ്റ്റോറിലുള്ള ഐറ്റത്തിന്റെ വാല്യൂ ആണ്. The price of the each item in your store will be different. അതാണ് ആ പ്രൈസ് എങ്ങനെയായിരിക്കും? ആ സ്റ്റോറിൽ ചെയ്തേക്കുന്ന ഐറ്റത്തിന്റെ പ്രൈസ് അവിടെ വ്യത്യാസമായിരിക്കും. ഇതാണ് ഓരോന്നിന്റെ XYZ എന്ന് പറഞ്ഞേക്കുന്നത്. XYZ, പ്രൈസ് ഓഫ് ഈച്ച് ഐറ്റം ഇൻ യുവർ സ്റ്റോക്ക് വിൽ ബി ഡിഫറെന്റ്. നമ്മുടെ ആ സ്റ്റോക്കിലുള്ള അതിന്റെ പ്രൈസ്, ഐറ്റത്തിന്റെ പ്രൈസ് വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞേക്കുന്നത്. XYZ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത STE പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോബ്ലം ലീഡ് ടൈം. സ്കേർട്സ് ടു അറ്റൈൻ ഇറ്റ് റിഗാർഡ് ടു അനാലിസ്റ്റിക് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. എന്താണ്? ഓക്കെ FSN ഉണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ FSN. അത് നോക്കി. FSN എന്ന് പറഞ്ഞ എങ്ങനെയാ? ഫാസ്റ്റ് മൂവിങ്. ഫിഫ്ത് വൺ പറഞ്ഞില്ല. ഓക്കെ, സോറി. നോക്കിയേ, FSN കൺസെപ്ഷൻ ടു റീസ്റ്റേൺ പർച്ചേസ് എങ്ങനെയാണ്? ഫാസ്റ്റ് മൂവിങ്, പാറ്റേൺ ഓർ ഇഷ്യൂ ആൻഡ് സ്ക്രാപ്പ്, സ്ലോ മൂവിങ് ആൻഡ് ഫ്രം ദ സ്റ്റോർസ് ഓൺ മൂവിങ്. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ഐറ്റംസുകൾ, നോൺ മൂവിങ് ഐറ്റംസ്. അത് അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാല് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് ഐറ്റം. നോൺ ആണ് കേട്ടോ, NON, നോൺ മൂവിങ് ഐറ്റംസുകൾ. അത് ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഇത് വന്നേക്കുന്നത്. ഫാസ്റ്റ് മൂവിങ് ഐറ്റമുകള്, പാറ്റേൺ ഓർ ഇഷ്യൂ ആൻഡ് സ്ക്രാപ്പ് അങ്ങനെയുള്ള. സ്ലോ മൂവിങ് ഫ്രം ദ സ്റ്റോർസ് ഓർ അവിടെ നോൺ മൂവിങ് ഐറ്റം. അതാണ് FSN എന്ന് പറയുന്നത്. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് ഐറ്റംസുകൾ. പിന്നെ SDE പർച്ചേസ്, പർച്ചേസിംഗ് പ്രോബ്ലം ലീഡ് ടൈം. Skirts to attain in regard to analytics and difficult to get availability of them. Purchasing and easy to attain strategies. ഇവിടെ പറഞ്ഞേക്കുന്ന SDE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രോബ്ലം ബേസ്ഡ് ഇൻ പർച്ചേസ്. അതായത് ഡിഫിക്കൽട്ട് ടു ഗെറ്റിംഗ്, നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റംസ്. സ്കേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നിന്റെ ഇതാണ് ഞാൻ പറഞ്ഞ സ്കേർട്സ് ആണ്. സ്കേർട്സ് അതൊന്നും ഓരോന്നും അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഇതെല്ലാം കൂട്ടിക്കുഴച്ച് തന്നേക്കണം. SDEയില് S എന്ന് പറഞ്ഞ സ്കേർട്സ്, SCARE, സ്കേർട്സ് ഐറ്റം എന്ന് വെച്ചാൽ എന്താ? സ്കേർട്സ് എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു അറ്റൈൻ, നമുക്ക് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഐറ്റംസുകൾ. ഓക്കെ, സ്കേർട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്. അടുത്തത് നോക്കിയേ, രണ്ടാമത്തത് D എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. ഡിഫിക്കൽട്ട് അതിന്റെ അടിയിൽ ഒന്ന് വരച്ചിട്ടാ കേട്ടോ. D എന്തിനെ സൂചിപ്പിക്കുന്നത്? ഡിഫിക്കൽട്ട്.
ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ നമുക്ക് വളരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വളരെ ദൂരത്തുനിന്ന് കൊണ്ടുവരാം. അവൈലബിൾ വെരി ഫാർ, വളരെ ദൂരത്തായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഡിഫിക്കൽട്ട് ആണ്. പിന്നെ അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈന്നാണ്, ഈസി. ഈസി ഐറ്റംസ്. ഈസി എന്ന് പറഞ്ഞാൽ ഈസി അവൈലബിൾ, നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് തന്നെ ആ ഐറ്റംസുകൾ നമുക്ക് കിട്ടും. എനി ടൈം, നിയറസ്റ്റ് പ്ലേസ് അറ്റ് എനി ടൈം, ഏത് സമയത്തും തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഐറ്റംസ്. അപ്പൊ അങ്ങനെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ പറയാം. DE എങ്ങനെയാണ്? സ്കേഴ്സ് ഐറ്റം ഉണ്ട്, ഡിഫിക്കൽറ്റി ടു ഗെറ്റ് ഇറ്റ്, നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം, വളരെ ദൂരത്തു നിന്നും കൊണ്ടുവരുന്ന കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റംസ് ഉണ്ട്. എന്ന് പറഞ്ഞ എന്താണ്? ഈസി ടു ഗെറ്റ്, നമുക്ക് കിട്ടാൻ അടുത്തുണ്ട്, നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഈസി ടു ഗെറ്റ് ഇറ്റ്, അതാണ് ഈസി എന്ന് പറയുന്നത്. SDE. അതിന് മൂന്നിന്റെ അണ്ടർലൈൻ ചെയ്തിട്ടോ. എസ് എന്ന് പറഞ്ഞ സ്കേർട്സ് ഐറ്റം, ഡി എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്, നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റംസുകൾ. എന്ന് പറഞ്ഞാൽ ഈസി ടു അറ്റൈൻ, നമുക്ക് പെട്ടെന്ന് ലഭിക്കാൻ കിട്ടുന്ന ഐറ്റങ്ങൾ, തൊട്ടടുത്തുള്ള നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് തന്നെ എല്ലാ ടൈമും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസുകൾ. പിന്നെ അടുത്ത GOLF എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓർഡിനറി ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്, സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ ടു പ്ലാൻ ദ പർച്ചേസ് സ്ട്രാറ്റജീസ്. നോക്കി ഏഴാമത്തെ കോഡ് GOLF, ഗവൺമെന്റ് ഓർഡിനറി ആൻഡ് ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്. എന്റെ എക്സ്പാൻഡഡ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ മെറ്റീരിയലിന്റെ സോഴ്സ് ആണ്, നമുക്ക് എവിടെ നിന്നാണ് അത് ലഭിക്കുന്നത്, ആ സോഴ്സ് അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. ഗവൺമെന്റ് ഓർഡിനറി ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ് നമുക്ക്. പിന്നെ അടുത്താണ് SOS. SOS എന്ന് പറഞ്ഞാൽ സീസണൽ ആൻഡ് ഓഫ് സീസണൽ ഐറ്റംസ്. Seasonality of the item to plan the purchasing storing strategies. ഇപ്പൊ ഒരു സീസണ് വെച്ചിട്ടാണ് ആ ഐറ്റം ഒരു പ്രത്യേക സീസണിൽ അവൈലബിൾ ആയിരിക്കും, അതാണ് സീസണൽ. ഒരു പ്രത്യേക സീസണില് ആ ഐറ്റംസുകൾ വളരെയധികം കിട്ടുന്നതായിരിക്കും, അവൈലബിൾ ആയിരിക്കും. ഓഫ് സീസണൽ എന്ന് പറഞ്ഞാൽ എന്താ? സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടല്ലോ, അത് ആ സീസണില് ആ ഐറ്റംസ് ധാരാളമായിട്ട് ലഭിക്കുന്നു, അതാണ് SOS എന്ന് പറയുന്നത്. നേച്ചർ ഓഫ് സപ്ലൈ, ആ സപ്ലൈയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു സ്വഭാവം അനുസരിച്ചാണ് നേച്ചർ ഓഫ് സപ്ലൈ, അതാണ് SOS എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും മാംഗോ, നമുക്ക് അതൊരു സീസണിലാണ് എപ്പോഴും കിട്ടുന്നത് അല്ലേ? ഒരു മാങ്ങയൊക്കെ ഒരു സീസണിലാണെങ്കിൽ നമുക്ക് എല്ലാ കടയിലും ചെന്ന് നോക്കിയുണ്ടാവും, നമുക്ക് വില കുറവിനും കിട്ടും. സീസണിലാണെങ്കിൽ, മാങ്ങയുടെ സീസണിലാണെങ്കിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും, നമുക്ക് പൈസയും കുറവ് മതി. ഓഫ് സീസണിലോ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമ്മള് എല്ലാ കടയിലും അങ്ങനെ ഉണ്ടാവുമോ? ഒരു മാങ്ങ മേടിക്കണേ ചിലപ്പോ എത്ര കടയിൽ നമുക്ക് കയറേണ്ടി വരും. ആ സീസണല്ല, അത് എപ്പോഴും അവിടെ അവൈലബിൾ അല്ല, ആ ഒരു സമയത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പൈസയും കൂടുതൽ വരൂലേ? അല്ലേ? അതെ, അങ്ങനെ ആ ഒരു എക്സാമ്പിൾ ഓർത്താൽ മതി. ഇപ്പോൾ ഓറഞ്ച്, എവിടെ എക്സാമ്പിളുകൾ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സീസണൽ ഐറ്റം ഉണ്ട്, ഓഫ് സീസണൽ ഐറ്റം ഉണ്ട്. സീസണൽ എന്ന് പറഞ്ഞാൽ ആ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസുകൾ, ആ നേച്ചർ ഓഫ് സപ്ലൈ ആണ് അവിടെ നോക്കുന്നത്. അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസിന്റെ ഒക്കെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ സീസണിലാവുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഐറ്റം കിട്ടുകയും ചെയ്യും, അതിന് കോസ്റ്റ് കുറവായിരിക്കും. ഓഫ് സീസണിൽ എന്ന് പറഞ്ഞാൽ ഐറ്റംസിന്റെ അവൈലബിലിറ്റി അവിടെ കുറവായിരിക്കും, നമുക്ക് കിട്ടുന്നതിനുള്ള ഒരു ഇത് കുറവായിരിക്കും, അപ്പൊ അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ അടുത്ത DEIN, വൈറ്റൽ ആൻഡ് നോർമൽ ഐറ്റംസ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ അത്യാവശ്യമായിട്ടുള്ളത്, ആൻഡ് നോർമൽ ഐറ്റംസ്. ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് to retain essential importance equipments. Retain ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക എന്നുള്ള മീനിങ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസില് നമുക്ക് വൈറ്റൽ നോർമൽ ഐറ്റംസ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ പ്രാധാന്യമുണ്ട്. ടു റീസ്റ്റെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്സുകളൊക്കെ അതിനൊന്ന് നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. DEIN.
പിന്നെ അടുത്തതാണ് റാം എന്ന് പറയുന്നത്. റാം, RAM. ആ ഒരു ക്ലാസിഫിക്കേഷൻ റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, വിശ്വസ്തത റിലയബിലിറ്റി. അവൈലബിലിറ്റി എന്ന് വെച്ചാൽ അതിന്റെ ലഭ്യത, ലഭ്യത. വിശ്വാസ്യത അല്ലെങ്കിൽ വിശ്വസ്തത എന്നൊക്കെ പറയും. അവൈലബിലിറ്റി അതിന്റെ ലഭ്യത, ആൻഡ് മെയിൻ്റെനൻസ് അതിന്റെ ഒരു പരിപാലനം, മെയിൻ്റെനൻസ്. അങ്ങനെയുള്ള ഐറ്റംസുകൾ ഉണ്ട്. RAM, റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ. റിലേ ഓൺ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. ഉപകരണങ്ങളുടെ സേവനത്തിലുള്ള, സർവീസിലുള്ള റിലേകൾ. To plan purchase factors and the functioning and the maintenance capacity of the equipment. ഉപകരണങ്ങളുടെ വാങ്ങല്, ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളും മെയിൻ്റെനൻസ് കപ്പാസിറ്റി ഒക്കെ ആസൂത്രണം ചെയ്യാൻ, പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ RAM എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. To plan purchase factors, purchase. ഓക്കെ. RAM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ പറയുന്നതെല്ലാം ഓരോ ക്ലാസിഫിക്കേഷൻ ആണ്. മെറ്റീരിയൽസിന്റെ പല സെക്ഷനുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഓരോ കാറ്റഗറി അനുസരിച്ച് മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ ഇപ്പൊ പറഞ്ഞത് RAM എന്നാണ്. RAM എന്ന് പറഞ്ഞ എന്താ, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കുക. റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. വിശ്വാസ്യത, അതിന്റെ ലഭ്യത, അതിന്റെ പരിപാലനം. റിലൈസ് ഓൺ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. ആ നമ്മുടെ എക്യുപ്മെന്റിന്റെ സർവീസ്, സേവനത്തില് അത് റിലേ ചെയ്യുന്നു. റിലേ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ സർവീസില് ആണ് അതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ടു പ്ലാൻ പർച്ചേസ് ഫാക്ടർ ആൻഡ് ഫങ്ഷനിങ് ആൻഡ് ദ മെയിൻ്റെനൻസ് കപ്പാസിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്. ടു പ്ലാൻ, എന്താസൂത്രണം ചെയ്യാൻ? പർച്ചേസ് ഫാക്ടർ, പർച്ചേസിംഗ് ഫാക്ടർ ഘടകങ്ങള്, പർച്ചേസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങള്, ഫങ്ഷനിങ്, പിന്നെ അതുപോലെ മെയിൻ്റെനൻസ് കപ്പാസിറ്റി, എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് കപ്പാസിറ്റിയും ഒക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ ഇപ്പൊ ഒരു എക്യുപ്മെന്റ്സുകൾ വാങ്ങി അതിന്റെ അവൈലബിലിറ്റി, അതിന്റെ സ്പെയറുകളുടെ ഒക്കെ അവൈലബിലിറ്റി നമ്മൾ നോക്കും. അത് അവൈലബിൾ ആണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വേഗം മേടിച്ച് അതിന്റെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിപ്പയറിംഗ് ഒക്കെ വേഗം ചെയ്യാൻ പറ്റും. അതിന്റെ പരിപാലനം, അതുപോലെ അതിന്റെ വിശ്വസ്തത, ഇതെല്ലാം വെച്ചിട്ട് ആ ഒരു മെറ്റീരിയൽസിനെ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇതിന്റെ നിങ്ങൾ ഇതൊന്നൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓരോന്നിന്റെയും നമ്മൾ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ABC അല്ലെങ്കിൽ BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABCയിൽ എന്താ, ആൽഫബറ്റിക് അപ്രോച്ച്, കൺസെപ്ഷൻ ഓഫ് പർച്ചേസ്, സ്റ്റോറിംഗ് ഓർ ഓൾവേസ് ബെറ്റർ കൺട്രോൾ. ഇതിനുള്ള ഒരു ആൽഫബറ്റിക്കൽ അപ്രോച്ച് ആണ് ABC ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. BD എന്ന് പറഞ്ഞ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസറബിൾ ഐറ്റം. HML എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഹൈ, മീഡിയം, ലോ കോസ്റ്റിലുള്ള ഐറ്റംസുകൾ. XYZ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ അതിന്റെ ആ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് കിട്ടുന്നത് XYZ ഐറ്റംസ്, അത് വാല്യൂ ഓഫ് ദ ഐറ്റംസ് ഇൻ ദ സ്റ്റോർ, അതാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അതായത് അതിന്റെ പ്രൈസ് ഡിഫറെന്റ് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ റിവ്യൂ ഓഫ് ദ ഇൻവെന്ററി വാല്യൂ, inventories of the item stored. Value of the item in the store will be different. അവിടെ അതിന്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. അതായത് അതിന്റെ പ്രൈസ് ഓഫ് ദ ഈച്ച് ഐറ്റം വിൽ ബി ഡിഫറെന്റ്. FS എന്ന് പറഞ്ഞ ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് ഐറ്റംസുകൾ. SDE സ്കേഴ്സ് ഐറ്റം ഉണ്ട്, നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽറ്റി ഐറ്റം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈസി ഐറ്റംസ് ഉണ്ട്. എപ്പോഴും അവൈലബിൾ ആയിരിക്കും, തൊട്ടടുത്ത് തന്നെ ഉള്ള പ്ലേസിൽ കിട്ടുന്ന തരത്തിലുള്ള ഐറ്റംസുകൾ ഉണ്ട്. GOLF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ സോഴ്സ് അനുസരിച്ച് ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ് വരുന്നുണ്ട്. SOS ഐറ്റം എന്ന് പറഞ്ഞാൽ സീസണൽ ആൻഡ് ഓഫ് സീസണൽ ഐറ്റംസ്. ആ ഒരു സീസണില് കിട്ടുന്ന ഐറ്റംസുകൾ, ആ സീസണുകളിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റംസുകൾ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ വൈറ്റൽ, നോർമൽ ഐറ്റംസ് ഉണ്ട്. പിന്നെ RAM എന്ന് പറഞ്ഞ റിലയബിലിറ്റി, നമ്മളെ സ്പെയറുകളുടെ ഒക്കെ അവൈലബിലിറ്റി, അതിന്റെ പരിപാലനം, ഇങ്ങനെ രീതിയിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ.
ഇനി നമുക്ക് ഇത് അതിന്റെ നമ്മള് പറഞ്ഞില്ലേ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ABC അനാലിസിസ് ആണ്. ABC analysis. Maintain a proper control of inventories. ABC technique is used. എന്തിനാണ് ABC ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്? ഇൻവെന്ററികളുടെ ശരിയായിട്ടുള്ള നിയന്ത്രണം നിലനിർത്തുന്നതിന് ABC ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ B എന്നാക്കാം കേട്ടോ. ARC എന്നാണ് അവിടെ തന്നേക്കുന്നത്. ABC ആണ്. ABC technique is used. Maintain a proper control of inventory. Inventory എന്ന് പറയുന്ന സ്റ്റോക്ക്, ചരക്ക് പട്ടിക, അതിന്റെയൊക്കെ കൺട്രോളിന്, പ്രോപ്പർ കൺട്രോളിന് വേണ്ടിയിട്ട് ABC ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. അത് ചോദിക്കാം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇൻ ABC അനാലിസിസ് മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു ഡാഷ് ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പായിട്ട് തിരിച്ചേക്കുന്നേ? 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ABC അനാലിസിസില് മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പുകൾ. A, B and C items ഉണ്ടോ? A ഐറ്റം ഉണ്ട്, B ഐറ്റം ഉണ്ട്, C ഐറ്റം ഉണ്ട്. ഇത് എന്തിനനുസരിച്ചാ നോക്കിയേ? അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് മണി വാല്യൂ ഓഫ് ദ കൺസംഷൻ. ഉപഭോഗത്തിന്റെ മെറ്റീരിയലിന്റെ വില, കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ പ്രൈസ് അനുസരിച്ചും ആൻഡ് ദ മണി വാല്യൂ ഓഫ് ദ കൺസംഷൻ, ഉപഭോഗത്തിന്റെ പണമൂല്യം അനുസരിച്ച് നമുക്ക് 3ആയിട്ട് നമുക്ക് തിരിക്കാം. A ഐറ്റം ഉണ്ട്, B ഐറ്റം ഉണ്ട്, C ഐറ്റം എന്നുള്ളതും ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ABC അനാലിസിസ് ആണ്. ഇൻ ABC അനാലിസിസ് ദ മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? A ഐറ്റം ഉണ്ട്, B ഐറ്റം ഉണ്ട്, C ഐറ്റം ഉണ്ട്. ഇതെങ്ങനെ തിരിക്കുന്നത്? എന്തിനു വെച്ചിട്ടാണ്? അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ വില അനുസരിച്ച്, കോസ്റ്റ് അനുസരിച്ച്, ആൻഡ് ദ മണി വാല്യൂ ഓഫ് കൺസംഷൻ, ഉപഭോഗത്തിന്റെ പണമൂല്യം അനുസരിച്ച് A ഐറ്റം, B ഐറ്റം, C ഐറ്റം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാറ്റഗറി കൊടുത്തേക്കുന്നത്? പ്രോപ്പർ കൺട്രോൾ ഓഫ് ദ ഇൻവെന്ററി, ഇൻവെന്ററികളുടെ ശരിയായിട്ടുള്ള നിയന്ത്രണത്തിന് ABC അനാലിസിസ്, ABC ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നോക്കി A ഐറ്റം, ഇത് 3 ഇമ്പോർട്ടന്റ് ആട്ടോ. A ഐറ്റം, ഇവിടെ A ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈ എമൗണ്ട് ലെസ് ക്വാണ്ടിറ്റി ഐറ്റം ആണ്. അതൊന്ന് നിങ്ങൾ അവിടെ എഴുതി വെച്ചോട്ടോ. ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ ആ സെന്റൻസ് പറയാം. ഹൈ എമൗണ്ട് A ഐറ്റം, അവിടെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, എമൗണ്ട് കൂടുതലായിരിക്കും. ഹൈ എമൗണ്ട് ലെസ് ക്വാണ്ടിറ്റി ഐറ്റം. എഴുതി വെച്ച അവിടെ ഹൈ എമൗണ്ട് ലെസ് ക്വാണ്ടിറ്റി ഐറ്റം ആണ് A ഐറ്റത്തിൽ വരുന്നത്. അതായത് അവിടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷേ അതിന്റെ പ്രൈസ്, കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഐറ്റംസുകളാണ് A ഐറ്റത്തിൽ വരുന്നത്. എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് നോക്കാം, കുറച്ചും കൂടി ക്ലിയർ ആവും. വെന്റിലേറ്റർ, ഹോസ്പിറ്റലിലെ വെന്റിലേറ്റർ എങ്ങനെയാ? അതിന്റെ ക്വാണ്ടിറ്റി കുറവല്ലേ? വെന്റിലേറ്ററുകളുടെ എണ്ണം കുറവല്ലേ ഹോസ്പിറ്റലില്? അല്ലെ, 1 2 ഒക്കെ ഉണ്ടാവുള്ളൂ. 2 3 വെന്റിലേറ്റർ ഒക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റലിൽ. അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ കുറവാണ്, പക്ഷെ കോസ്റ്റ് കൂടുതലല്ലേ വെന്റിലേറ്ററിന്റെ? സ്കാനിങ് മെഷീനുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഐറ്റത്തിൽ വരുന്നതാണ്. അവിടെ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും, കുറച്ച് ക്വാണ്ടിറ്റി, എണ്ണം കുറച്ച് ഉണ്ടാവുള്ളൂ, പക്ഷെ എന്താണ്? അതിന്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഐറ്റം ആണ് A ഐറ്റം എന്ന് പറയുന്നത്. എന്താ നമ്മൾ എഴുതി വെച്ചേണ്ടേ? ഹൈ എമൗണ്ട് ലെസ് ക്വാണ്ടിറ്റി ഐറ്റം. ക്വാണ്ടിറ്റി കുറവ്, വില കൂടുതല്, അങ്ങനെയുള്ളതാണ് A ഐറ്റം എന്നതിൽ വരുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കിയ താഴെ, in all of the inventory there are few costly items which come under this groups. മൊത്തം ഇൻവെന്ററിയില് ഈ ഗ്രൂപ്പിൽ വരുന്ന ചില വിലയേറിയ ഇനങ്ങളുണ്ട്.
മൊത്തം ഇൻവെന്ററീസിൽ ഈ ഗ്രൂപ്പിലെ എ ഐറ്റം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് ഉണ്ട്, വിലയേറിയ ഐറ്റംസ് ഉണ്ട്. ദീസ് ഐറ്റം മേ നോട്ട് ബി മോർ ദാൻ 10% ഓഫ് ദ ടോട്ടൽ ഐറ്റം ബട്ട് കൺസ്യൂം എബൌട്ട് 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അതിന്റെ മെറ്റീരിയൽ 10% ഉള്ളൂ എങ്കിൽ കോസ്റ്റ് 70% ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുക. അതായത് ക്വാണ്ടിറ്റി 10 ഉള്ളൂ, 10% ക്വാണ്ടിറ്റി ഉള്ളൂ, പക്ഷെ അതിന്റെ കോസ്റ്റ് അപ്പൊ എത്ര ഉണ്ട്? 70% ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ്. ടോട്ടൽ ബഡ്ജറ്റിന്റെ 70% അത് കോസ്റ്റ് ആണ്. എമൗണ്ട് ഈസ് വെരി ഹൈ, എമൗണ്ട് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ് എ ഐറ്റത്തിൽ വരുന്നത്. അതായത് മെറ്റീരിയൽ കുറച്ചുള്ളൂ, 10% മെറ്റീരിയൽ ഉള്ളൂ, പക്ഷെ അതിന്റെ കോസ്റ്റ് 70% വരും. അതായത് കോസ്റ്റ് എങ്ങനെയാണ്? വളരെ ഹൈ ആണ്. ഒന്നാമത്തെ കിട്ടിയോ? സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡിൽ. അതിനാൽ ശരിയായ സംഭരണവും കൈകാര്യം ചെയ്യലും അവിടെ ആവശ്യമാണ്. സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ്. അതുകൊണ്ട് അതിന് എന്ത് വേണം? പ്രോപ്പർ സ്റ്റോറേജ് വേണം ആൻഡ് ഹാൻഡ്ലിങ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചു വേണം. സ്റ്റോറേജും നല്ല വലിയ വില കൂടിയ ഐറ്റംസുകളല്ലേ, അപ്പൊ അതുകൊണ്ട് അത് സ്റ്റോറേജും നമുക്ക് എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യണം, ഹാൻഡ്ലിങ്ങും നല്ല രീതിയിൽ ചെയ്യണം. നമുക്ക് കുറെ ഉണ്ടെങ്കിൽ കുറെ മിസ്സായാലും കുഴപ്പമില്ല, അത് ചീത്തയായാലും കുഴപ്പമില്ല എന്ന് പറയാം. ഇത് വളരെ വിരലിൽ എണ്ണാവുന്ന എണ്ണേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറവാ, പക്ഷെ അതിപ്പോ എന്താ, അത് കൈകാര്യം ചെയ്യണമൊക്കെ സൂക്ഷിച്ചാലോ അത് ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നഷ്ടം വരും, അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അതിന്റെ ഹാൻഡ്ലിങ്ങും സ്റ്റോറേജും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. Overstocking is avoided. Only necessary quantity of these inventories are purchased and stored. Overstocking വേണോ? നമുക്ക് ആവശ്യത്തിനുള്ളത് ഈ ഐറ്റം സ്റ്റോക്ക് ചെയ്താൽ മതി, കുറേ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. നെസസറി ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററീസ് ആർ പർച്ചേസ്ഡ് ആൻഡ് സ്റ്റോക്ക്. അത്യാവശ്യത്തിനുള്ളത് ഇപ്പൊ എത്ര എണ്ണം നമ്മളുള്ളത്? നെസസറി ക്വാണ്ടിറ്റി, ആവശ്യത്തിനുള്ള എണ്ണ മാത്രം നമ്മൾ പർച്ചേസ് ചെയ്താൽ മതിയാവും, പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്താൽ മതിയാവും. ഇതിപ്പോ ഒരു 100 വെന്റിലേറ്റർ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നെസസറി അത്യാവശ്യത്തിന് എത്ര എണ്ണം വേണോ അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെയുള്ള ഐറ്റംസുകളാണ് എ ഐറ്റത്തിൽ വരുന്നത്. നിങ്ങൾ ആ എക്സാമ്പിൾ അവിടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. വെന്റിലേറ്ററിന് ഒരു എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചോ, അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ, വെന്റിലേറ്ററിന്റെ എണ്ണം കുറവാണ്, പക്ഷെ അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. കിട്ടിയോ? എ ഐറ്റത്തിന്റെ മീനിങ് കിട്ടിയോ എന്താണെന്നുള്ളത്? ABC അനാലിസിസില് മെറ്റീരിയൽസിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. എ ഐറ്റം, ബി ഐറ്റം, സി ഐറ്റം. എ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്വാണ്ടിറ്റി കുറവ്, ലെസ് ക്വാണ്ടിറ്റി, ഹൈ കോസ്റ്റ് ഐറ്റം. കോസ്റ്റ് കൂടുതലാണ്. എക്സാമ്പിൾ വെന്റിലേറ്ററിൽ മനസ്സിലേക്ക് വെക്കാം. വെന്റിലേറ്റർ ഹോസ്പിറ്റലില് വെന്റിലേറ്ററിന്റെ എണ്ണം കുറവാണ്, പക്ഷെ അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ 10% വെന്റിലേറ്റർ ക്വാണ്ടിറ്റി ഉള്ളൂ എങ്കിൽ അതിന് പക്ഷെ കോസ്റ്റ് അതിന്റെ 70% ആയിരിക്കും. പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്കാനിങ് മെഷീൻ ഒക്കെ എക്സാമ്പിൾ ആണ് അതിന്റെ. അപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ? സ്റ്റോറേജ് നന്നായിട്ട് പ്രോപ്പർ സ്റ്റോറേജ് ചെയ്യണം. അതിന്റെ കൈകാര്യവും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ, ഹാൻഡ്ലിങ്ങും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ സ്റ്റോക്കിംഗ് വേണ്ട. ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ്, ഒഴിവാക്കണം. നെസസറി ഐറ്റംസ് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്താൽ മതിയാവും. എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് പർച്ചേസ് ചെയ്താൽ മതി, അത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബി ഐറ്റംസുകളാണ് വരുന്നത്. ബി ഐറ്റം ഐറ്റംസ് അണ്ടർ ദിസ് ഗ്രൂപ്പ്സ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. ഇനി ബി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എങ്ങനെയാണ്? നൈദർ under items under this groups are neither costly or cheap. ഈ ഗ്രൂപ്പിന് കീഴിലുള്ള ഇനങ്ങൾ ചെലവേറിയതോ അല്ലെങ്കിൽ അധികം വില കുറഞ്ഞതോ അല്ല. മീഡിയം പോലെ, അധികം ചെലവേറിയതോ എന്നാൽ അത് അധികം ചീപ്പറോ വില കുറഞ്ഞതോ അല്ല. അങ്ങനെയുള്ളതാണ്. ചെലവേറിയതോ അധികം വില കുറഞ്ഞതോ അല്ല. These items constitute 20 of the total quantity of the inventories, 20 of the total expenditure of the inventories. എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ നമ്മൾ അതിന്റെ ഈ ക്വാണ്ടിറ്റി 20 ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് 20 ആയിരിക്കും.
അതായത് സെയിം ആയിരിക്കും. മറ്റത് നമ്മൾ 10% ക്വാണ്ടിറ്റി ഉള്ളു, പക്ഷെ കോസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു. 70% കോസ്റ്റ് വരും എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ക്വാണ്ടിറ്റി ഈക്വൽ, അതിനനുസരിച്ച് കോസ്റ്റ് ആയിരിക്കും. ഇപ്പൊ അതിനകത്ത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയും ഓക്സിജൻ സിലിണ്ടർ. ഐറ്റം വിൽ ബി 20 ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് 20 ആയിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി. കോസ്റ്റ് ഈസ് ഓൾവേസ് 20. 20 ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ കോസ്റ്റ് എത്രയായിരിക്കും? 20 തന്നെയായിരിക്കും. ഓരോന്നിന്റെയും ആ എണ്ണത്തിനനുസരിച്ച് തന്നെയുള്ള കോസ്റ്റ് ആയിരിക്കും വരുന്നത്. രണ്ടും ഈക്വൽ ആയിരിക്കും. ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് അത്രയും തന്നെ കോസ്റ്റ് വരുന്നുള്ളൂ. 20 ഓക്സിജൻ സിലിണ്ടർ ആണെങ്കിൽ കോസ്റ്റ് വിൽ ബി ഓൾവേസ് 20. കോസ്റ്റ് എത്രയായിരിക്കും? 20 തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, 20 രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞത് സി ഐറ്റം. അപ്പൊ അതിന്റെ ഓക്സിജൻ സിലിണ്ടർ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം നമുക്ക് അവിടെ. അധികം വില കുറഞ്ഞതോ എന്നാൽ ചെലവേറിയ ഐറ്റം അല്ല. അതായത് ഇപ്പൊ 20 ഓക്സിജൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ ദ കോസ്റ്റ് ഈസ് ഓൾവേസ് 20. രണ്ടും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സി ഐറ്റംസ് ആണ്. These items are comparatively cheaper in cost and represent 70% of the total quantity of the inventories. ഈ ഐറ്റംസ് എങ്ങനെയാ? കമ്പാരിറ്റീവ്ലി ചീപ്പർ, വില കുറഞ്ഞ ഐറ്റംസുകൾ. ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ABC അനാലിസിസിൽ വളരെ വില കൂടിയ ഐറ്റം ഏത് ഇതിനകത്ത് വരുന്നയാന്ന് ചോദിക്കാം. ഹൈ കോസ്റ്റ് ഐറ്റംസ് ഏതിൽ വരുന്ന? എ ഐറ്റം, ബി ഐറ്റം, സി ഐറ്റം, അങ്ങനെ ചോദിക്കാം കേട്ടോ. അത് മൂന്നും ടിക്ക് ഇട്ട് വെച്ചോളാം. ഓക്കെ, എ ഐറ്റത്തിലാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് വരുന്നത്. വെന്റിലേറ്റർ നമുക്ക് ഓർമ്മയിൽ വെക്കാം. ഇനി സി ഐറ്റം എന്ന് പറഞ്ഞ എങ്ങനെയാ? ദീസ് ഐറ്റംസ് ആർ കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻ കോസ്റ്റ്. കോസ്റ്റ് എങ്ങനെയാ? കമ്പാരിറ്റീവ്ലി ചീപ്പർ, കോസ്റ്റ് കുറവാ. ആൻഡ് ദ റെപ്രസെന്റ് 70% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററി. ക്വാണ്ടിറ്റി ഇവിടെ 70% ആണെങ്കിൽ കോസ്റ്റ് 10% വരുള്ളൂ. അതായത് വെച്ചാൽ ആ മെറ്റീരിയൽസിന്റെ എണ്ണം കൂടുതലാണ്, പക്ഷെ എന്താ? കോസ്റ്റ് വളരെ കുറച്ചേ വരുന്നുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. സിറിഞ്ച്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സിറിഞ്ചുകളില്ലേ? സിറിഞ്ച് നോക്കിയാൽ എണ്ണം കുറേ സിറിഞ്ച് ഉണ്ടാവും നമുക്ക്. അപ്പൊ അതിന്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും? ക്വാണ്ടിറ്റി സിറിഞ്ച് 70% ആണ് ക്വാണ്ടിറ്റി എങ്കിൽ കോസ്റ്റ് കുറവാ. സിറിഞ്ചിന്റെ വില കുറവല്ലേ? ഇപ്പൊ നമ്മളൊരു 10,000 സിറിഞ്ചുകൾ വേണമെന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കോസ്റ്റ് കിട്ടും. എണ്ണത്തിന്റെ അനുസരിച്ചല്ല നമുക്ക് അതിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇത്രയുള്ള അവിടെ സി ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ ഐറ്റംസ് ആണ്. ചീപ്പർ ഇൻ കോസ്റ്റ്, വില കുറഞ്ഞ ഐറ്റം. അവിടെ ക്വാണ്ടിറ്റി കുറെ ഉണ്ടാവും, കോസ്റ്റ് കുറവായിരിക്കും. എ ഐറ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ക്വാണ്ടിറ്റി ഉണ്ടാവും, കോസ്റ്റ് കുറവായിരിക്കും. അതാണ് സി ഐറ്റം എന്ന് പറയുന്നത്. 10% ഓഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇൻവെന്ററീസ്. അപ്പൊ 70% നമുക്ക് ആ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10% ആയിരിക്കും. ഇത് മൂന്ന് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തുണ്ടോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അതിനകത്ത് ഓരോന്നും ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത്. മീഡിയം സൈസ് ആണ്, രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നതാണെങ്കിൽ ബി ഐറ്റം, വളരെ വില കൂടിയ ഐറ്റം ആണെങ്കിൽ എ ഐറ്റത്തിൽ വരും. വില കുറഞ്ഞ ഐറ്റംസ് ആണെങ്കിൽ നമുക്കറിയാം സി ഐറ്റത്തിൽ വരും. നമ്മൾ പറഞ്ഞ എക്സാമ്പിളില്ലേ, ആദ്യത്തേത് നമ്മൾ വെന്റിലേറ്റർ പറഞ്ഞു, രണ്ടാമത്തേത് ഓക്സിജൻ സിലിണ്ടർ, രണ്ടും ഈക്വൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തേത് സിറിഞ്ച്. അത് ഓർത്ത് വെച്ചാൽ മതി. എക്സാമ്പിള് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് കൂടി നമുക്ക് കേൾക്കുന്നു അല്ലെ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കി. Investment in inventories can be regulated and the fund can be utilized in the best possible manner. Investment in inventories can be regulated. ഇൻവെന്ററികളുടെ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം നിയന്ത്രിക്കാനും ഫണ്ടുകള് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷന്റെ. അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഇൻവെന്ററികളുടെ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം നമുക്ക് നിയന്ത്രിക്കാനും എന്നാണ് പറയാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് ക്യാൻ ബി റെഗുലേറ്റഡ്.
ഇൻവെന്ററികളുടെ ഇൻവെസ്റ്റ്മെന്റ് നിക്ഷേപം, ഇൻവെന്ററികളുടെ നിക്ഷേപം നമുക്ക് നിയന്ത്രിക്കാനും അതുപോലെ ആൻഡ് ദ ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ബെസ്റ്റ് പോസിബിൾ മാനർ, ഏറ്റവും സാധ്യമായിട്ടുള്ള ഒരു നല്ല രീതിയിൽ ഫണ്ടുകൾ ഉപയോഗിക്കാനും ABC അനാലിസിസ് ഉപയോഗിക്കാം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫണ്ട് നമുക്ക് ഫണ്ടുകൾ ഒരുപാട് എന്താ പറയാ ഒരുപാട് കളയാതെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ, ഏറ്റവും മികച്ച രീതിയിൽ ഫണ്ടുകൾ ഉപയോഗിക്കാനും കഴിയും. ഇതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ നോക്കിയേ, സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് control helps in the maintenance of the high stock turnover rate. ഉയർന്ന ടേൺ ഓവർ നിലനിർത്തുന്നതിന് ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ടതുമായ നിയന്ത്രണം സഹായിക്കുന്നു എന്നുള്ളത്. ടേൺ ഓവറുകൾ നിലനിർത്തുന്നതിന് സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ഹെൽപ്സ്. അതെന്ന് വെച്ചാൽ എല്ലാം ഒരു കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ ചെയ്യുന്നത്. ശാസ്ത്രീയമായ രീതിയിലും സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും ആ മെറ്റീരിയൽസിന്റെ ഒക്കെ കൺട്രോളുകൾ ഹെൽപ്പ് ഇൻ ദ മെയിൻ്റെനൻസ് ഓഫ് ദ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. ആ സ്റ്റോക്കിന്റെ ടേൺ ഓവർ റേറ്റ് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാ അത് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പൈസ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ ഒരു കൺട്രോൾ അവിടെ വരുന്നുണ്ടല്ലോ ഈ ഒരു ABC ടെക്നിക്കിലൂടെ. അപ്പൊ ഇതെന്ത് ചെയ്യുന്നു, ഹൈ ടേൺ ഓവർ റേറ്റ്, ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്നു. സ്റ്റോക്ക് ഒക്കെ അധികം കൂടാതെയൊക്കെ അതൊക്കെ നോർമൽ ആക്കിയൊക്കെ നിർത്താനും ഒക്കെ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. കണ്ടോ, അത് തന്നെയാ പറഞ്ഞേക്കുന്നത്. ഇനഫ് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നിലനിർത്താൻ സഹായിക്കുന്നു. ഓവർ സ്റ്റോക്കിങ് ഒക്കെ ഇല്ലാതെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നിലനിർത്താനും ABC ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. 3 ഇതാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. അതിന്റെ അഡ്വാൻറ്റേജിൽ എങ്ങനെയും ഇൻക്ലൂഡ് ചെയ്തതോ ഇൻക്ലൂഡ് ചെയ്യാത്തതോ ചോദിക്കാം. ഇവിടെ ABC ഐറ്റംസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഞാൻ പറഞ്ഞത് ഞാനൊന്ന് ആ ഇമ്പോർട്ടന്റ് ഒന്നുകൂടി പറയാം, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇന്ന് കുറച്ച് നമ്മൾ എടുത്തോളൂ. ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ പറഞ്ഞത്. റെപ്രസെന്റിങ് all the item by the number or alphabets. ഐറ്റത്തിന്റെ നമ്പറോ ആൽഫബറ്റ്സോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ 6 ക്വാളിഫിക്കേഷൻ സിസ്റ്റം നിങ്ങൾ പഠിക്കുക. എക്സാമ്പിൾ ഒന്നും ചോദിക്കില്ല അതിനകത്ത്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇത് തന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ഏത് ക്വാളിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് വരുന്നതെന്ന് ചോദിക്കാം. എക്സാമ്പിൾ ആയിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻ സിസ്റ്റം യൂസിങ് 10 digit to represent an item. ഏത് ക്വാളിഫിക്കേഷനിലാണ് 10 digit നമ്മൾ പറഞ്ഞത്? 10 digit ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഏതാണ്? കൊഡാക് സിസ്റ്റത്തിന്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ആർക്ക് ക്ലിയർ ആയല്ലോ? അത് ചോദിക്കാം. പിന്നെ നമ്മള് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. അപ്പൊ അതിനകത്ത് ക്ലാസിഫിക്കേഷൻ അതിനകത്ത് നമ്മൾ ഓരോന്ന് പഠിച്ചത് ED അത് എന്ത് ഐറ്റംസ് ആണ് അങ്ങനെ ചോദിക്കാം. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസറബിൾ ഐറ്റംസ്. HML ഹൈ, മീഡിയം, ലോ കോസ്റ്റ് ഐറ്റംസ്. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചോദിക്കാം. SOS എന്ന് പറഞ്ഞ എന്താ? സീസണൽ ആൻഡ് ഓഫ് സീസണൽ ഐറ്റംസുകൾ. അങ്ങനെ SDE സ്കേർട്സ്, ഡിഫിക്കൽട്ട്, ഈസി ഐറ്റംസ്. അതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഈസി, നമുക്ക് എന്താ അവൈലബിലിറ്റി ആണ് അവിടെ നോക്കുന്നത്. അതനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. മെറ്റീരിയൽസിന്റെ പല കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ ABC അനാലിസിസ് ഒക്കെ പഠിച്ചത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ABC അനാലിസിസ്, അതിനകത്ത് നമ്മൾ ABC അനാലിസിസിനകത്ത് നമ്മൾ മെറ്റീരിയൽസിനെ 3 കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. A ഐറ്റം, B ഐറ്റം, C ഐറ്റം എന്നുള്ളത്. അതിന്റെ ഓരോന്നും എക്സാമ്പിൾ വെച്ച് തന്നെ പഠിച്ച് പോകാം. ഇനി ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. 2 മിനിറ്റ് ഉണ്ടല്ലോ, കളയണ്ട. ഇത് വേഗം നമുക്ക് തീർന്നു കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീരും. അത് ഇത്രയും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. 3-4 പേജേ ഉള്ളൂ. പെട്ടെന്ന് തീരും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ 3rd മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും കഴിയും.
പിന്നെ നമുക്ക് 4th മൊഡ്യൂളുള്ളൂ. പിന്നെ നമുക്ക് 3 ചാപ്റ്റർ ഇനി വരുന്നുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പോർഷൻസ് 4th നമ്മുടെ പോർഷൻസ് കഴിയും. ഓക്കെ, ട്രീസ മാമിന്റെ മാത്രം ഇച്ചിരി മുന്നിട്ട് നിൽക്കണ്ടാവും അല്ലെ? 3 ക്ലാസ് വരുന്നുണ്ട് അല്ലെ? ട്രീസ മാമിന്റെ ആഴ്ചയിൽ 3 ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് 2 ക്ലാസ് അല്ലേ കിട്ടുന്നുള്ളൂ. അതിനനുസരിച്ച് പോർഷൻസ് ഇനി തീർക്കാനുണ്ട്. നമുക്ക് ബാക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ജോബ് സമ്മറി ഓഫ് സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പറിന്റെ ജോബ് സമ്മറി, അദ്ദേഹത്തിന്റെ ജോലിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. കീപ് റിസിപ്റ്റ്, റെക്കോർഡ്സ് ആൻഡ് വിഡ്രോവൽ ഓഫ് ദ സ്റ്റോക്ക് റൂം. റെക്കോർഡുകള്, റിസിപ്റ്റുകള്, റെക്കോർഡുകള്, വിഡ്രോവൽ ഫോംസുകള്, ഇതെല്ലാം സ്റ്റോക്ക് റൂമിലുള്ള റിസിപ്റ്റുകള്, റെക്കോർഡുകൾ, വിഡ്രോവൽ ഫോമുകള്, ഇതെല്ലാം കീപ്പ് ചെയ്യുക എന്നുള്ളത്. കീപ്പ് ചെയ്യുക. റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. റിസീവ് ചെയ്യുക, then അൺലോഡ് ചെയ്യുക, ആൻഡ് ഷെൽഫ് സപ്ലൈകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അടുത്തത് do other stock related duties that including retaining, packing, pricing and labeling supplies. മറ്റുള്ള സ്റ്റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടികള്. ഡു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ്, മറ്റുള്ള സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടി. ദാറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ വരുന്ന? റിട്ടേണിങ് ചെയ്യണമെങ്കിൽ അതിന്റെ പാക്കിങ്, പ്രൈസിങ്, ലേബലിങ്, ഇതൊക്കെയുള്ള മറ്റുള്ള സ്റ്റോക്ക് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടികള്. അടുത്ത നോക്കിയേ, അനലൈസ് ഡെലിവറീസ് ഫോർ ഡാമേജ് ഓർ ഡിസ്ക്രിപ്പാനിക്സ്. അത് വെച്ചാൽ പൊരുത്തക്കേടുകൾ. ഡിസ്ക്രിപ്പാനിക്സ്, പൊരുത്തക്കേടുകൾ എന്നാണ് മീനിങ് അതിന്റെ. അനലൈസ് ഡെലിവറീസ് ഓഫ് ഡാമേജ് ഓർ discrepancies and report those to accounting for reimbursement and record keeping. ഇനി എന്തെങ്കിലും നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡാമേജുകൾ വരാമല്ലോ. അങ്ങനെ ഡെലിവറീസ് ഫോർ ദ ഡാമേജ്, എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളോ ഒക്കെ വേണ്ടിയുള്ള ഡെലിവറികൾ അത് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അത് റീഎംബേഴ്സ്മെന്റ്, തിരിച്ചടക്കുന്നതിനും പിന്നെ അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് അവ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോഴുള്ള അങ്ങനെയുള്ള അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. അക്കൗണ്ടിങ് ഫോർ റീഎംബേഴ്സ്മെന്റ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്, റെക്കോർഡ് സൂക്ഷിക്കുന്നതിനൊക്കെയുള്ള അക്കൗണ്ടിംഗിലേക്ക് അവ റിപ്പോർട്ട് ചെയ്യുക. റൊട്ടേറ്റ് സ്റ്റോക്ക് ആൻഡ് കോർഡിനേറ്റ് ദ ഡിസ്പോസൽ ഓഫ് സ്കർപ്പിൾസ്. സ്കർപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? മിച്ചം വരുന്നത്. സ്റ്റോക്ക് തിരിച്ചടക്കുക. റൊട്ടേറ്റ് സ്റ്റോക്ക്, സ്റ്റോക്കുകൾ തിരിച്ചടയ്ക്കുക. മിച്ചമുള്ള ഇതൊക്കെ നിർമാർജനം, മിച്ചമുള്ളതൊക്കെ ഡിസ്പോസ് ചെയ്യുക. അതിന്റെ ഏകോപിക്കുകയും ചെയ്യുക. Rotate stock and coordinate the disposal of scrappers. ഏകോപിപ്പിക്കുക. എന്താണ്? ആ മിച്ചം വരുന്നതിന്റെ ഒക്കെ ഡിസ്പോസൽ, നമ്മൾ ബാലൻസ് വരുന്നതൊക്കെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് ഒരു വലിയ ഇതല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക. സ്റ്റോക്കുകൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? തിരിച്ചടയ്ക്കുക. സ്റ്റോക്ക് തിരിച്ചടയ്ക്കുക. അത് സ്കർപ്പേഴ്സ് എന്ന് വെച്ചാൽ മിച്ചം വരുന്ന അങ്ങനെയുള്ള ഐറ്റംസുകളുടെ ഡിസ്പോസൽ, അതിന്റെ നിർമാർജനം ഏകോപിപ്പിക്കുക. Ensure adequate record keeping and manage all documentation to confirm proper stock level and keep inventory control. എന്താ പറഞ്ഞിരിക്കുന്നത്? ശരിയായ സ്റ്റോക്ക് ലെവലുകൾ സ്ഥിരീകരിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നു. പ്രോപ്പർ സ്റ്റോക്ക് ലെവൽ ആൻഡ് കീപ്പ് ഇൻവെന്ററി കൺട്രോൾ. ശരിയായ സ്റ്റോക്ക് ലെവലുകൾ സ്ഥിരീകരിക്കുന്നു. ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി നിയന്ത്രണം നിലനിർത്തുന്നതിനും. To confirm proper stock level and keep inventory control. ലാസ്റ്റത്തെ നോക്കിയേ, ശരിയായ സ്റ്റോക്ക് ലെവലുകൾ സ്ഥിരീകരിക്കുന്നതിനും ഇൻവെന്ററി നിയന്ത്രണം നിലനിർത്തുന്നതിനും മതിയായ റെക്കോർഡ് സൂക്ഷിക്കുക. അത് എല്ലാ ഡോക്യുമെന്റുകളും അതെന്ത് ചെയ്യുക? നിയന്ത്രിക്കുകയും ചെയ്യുക.
എൻഷുർ ആഡിക്വേറ്റ് റെക്കോർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളൊക്കെ ഉറപ്പുവരുത്തുക. ആൻഡ് കീപ്പിംഗ് ആൻഡ് മാനേജ് ഓൾ ഡോക്യുമെന്റേഷൻ, എല്ലാ ഡോക്യുമെന്റുകളും ഒക്കെ മാനേജ് ചെയ്യുകയും ചെയ്യുക. Then last point, coordinate the handling of freight, the movement of equipment and the necessary minor repairs. Freight എന്ന് വെച്ചാൽ ചരക്ക് എന്നുള്ള മീനിങ് ആട്ടോ, ചരക്ക്. Coordinate the handling of freight, ചരക്കുകള്, ഫ്രൈറ്റ് എന്ന് പറഞ്ഞ ചരക്ക്, ചരക്കുകളൊക്കെ അതിനെ കോർഡിനേറ്റ് ചെയ്യുക. അതിന്റെ ഹാൻഡിലിംഗ് കോർഡിനേറ്റ് ചെയ്യുക. മൂവ്മെന്റ് ഓഫ് ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റ്സിന്റെ മൂവ്മെന്റ് നിയന്ത്രിക്കുക. ആൻഡ് നെസസറി മൈനർ റിപ്പയർസ്, ആവശ്യത്തിനുള്ള റിപ്പയറുകളൊക്കെ, മൈനർ ആയിട്ടുള്ള റിപ്പയറുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ഇത്രയാണ് ജോബ് സമ്മറിയിൽ വരുന്നത്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വേഗം വായിച്ചു പോയത്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാനൊന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ജോബ് സമ്മറി വരെ പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ സെക്ഷൻ ഉള്ളൂ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തീർക്കാം. ഇത്രയേ ഉള്ളൂ. ആ ബാലൻസ് നമുക്ക് മറ്റേ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചോ കേട്ടോ. ഇത് ഞാനിപ്പോ നമുക്ക് ഇത്രയും കൊണ്ട് ഇന്ന് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, മിസ് അശ്വതിയും ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, ഇന്ന് പഠിച്ചതൊക്കെ ഇമ്പോർട്ടന്റ് ഒരു സെക്ഷൻ ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ക്വാളിഫിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. ABC അനാലിസിസ്, മറ്റേ A ഐറ്റം, B ഐറ്റം, C ഐറ്റം അതും ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും പ്രത്യേകം പഠിക്കും. ഓക്കെ, താങ്ക് യു.